ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും അതേപോലെ തന്നെ വൈറ്റൻ ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ഇതിന് 2 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല റിസൾട്ടാണ് കിട്ടുക. നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി. ആരെയും നിർബന്ധിക്കുന്നില്ല. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ട്രൈ ചെയ്തതിന് ശേഷം മാത്രം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം വേണ്ടത് നമുക്ക് അരമുറി തക്കാളിയാണ്. തക്കാളി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങ്, അതേപോലെ തന്നെ ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങ എന്ന് പറയുന്നത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞെടുത്ത ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് തൊലി കളഞ്ഞെടുക്കാണ്ട് വേണമെങ്കിൽ നീര് മാത്രം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഒന്നെങ്കിൽ ചെറിയ പൊട്ടാറ്റോ എടുക്കുക, അല്ലെങ്കിൽ ഒരു അരമുറി പൊട്ടാറ്റോ എടുത്ത് ഇത് മൂന്നും നന്നായിട്ട് അടിച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, നന്നായി അടിച്ചെടുക്കുക. ഞാനിത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ തക്കാളീൻ്റെ ആ ഒരു ലെമണിൻ്റെ വെള്ളത്തിലാണ് ഇതായിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് കൂടുതലുണ്ടാകും കേട്ടോ. അപ്പോൾ ഉള്ളത് നമുക്ക് ഒരു 2 ദിവസം ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കടലപ്പൊടി നിങ്ങൾക്ക് ഇതിപ്പോൾ നമുക്ക് ഫേസിലും അതേപോലെ തന്നെ ബോഡിയിലും അപ്ലൈ ചെയ്യാനുള്ള അത്രയും ഉണ്ട് കേട്ടോ. ഇത് ഇത്ര വേണ്ടാന്നാണെങ്കിൽ ഈ പൊടികൾ ഇടുന്നതിൻ്റെ മുന്നേ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഫുൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അത്രയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയിലേക്ക് ഞാൻ കസ്തൂരി മഞ്ഞൾ 1/4 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണ് നിങ്ങൾ ആ ഒരു എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് ഇടുക കേട്ടോ. 1/4 അല്ലെങ്കിൽ 1/2 എടുത്താൽ മതി. അതിൽ കൂടുതൽ എടുക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞളിന് ഒരു ചെറിയ എരിച്ചലുണ്ടാവും. എല്ലാവരുടെ സ്കിന്നിലിട്ടാൽ ആ ഒരു ചെറിയ എരിച്ചൽ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അഥവാ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ലൂസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടി കടലപ്പൊടി ആഡ് ചെയ്തിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മുടെ പൊടികൾ നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത എല്ലാ സാധനങ്ങളും നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാണോ എന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ നോക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. അലർജി വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യരുത് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കൂ, നിങ്ങളെന്താ നിങ്ങളെ കയ്യിൽ അപ്ലൈ ചെയ്യുന്നത്, മുഖത്തെന്താ ഇടാത്തത് എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൻ്റെ ഉത്തരം ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി കേട്ടോ. ആരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. തെറി വിളിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉള്ളൊരു മറുപടിയാണത്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്താൽ മതി. ആരും നിർബന്ധിക്കുന്നില്ല. അതേപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് സൂട്ടാവുന്ന എനിക്ക് ഉറപ്പുമില്ല. എൻ്റെ സ്കിന്നിന് ഇത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരുടെയും സ്കിന്ന് ഓയിലി, സെൻസിറ്റീവ്, അതേപോലെ തന്നെ നോർമൽ, അങ്ങനെ ഒരുപാട് സ്കിൻ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിത് നന്നായി മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാക്ക് ഡ്രൈ ആയി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സാധാരണ പാലെടുക്കുക. പാലെടുത്തതിന് ശേഷം പാൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു പാക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ പാൽ ഉപയോഗിച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മുഖം ഒന്ന് മസാജ് ചെയ്യണം. ബോഡിയിലെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലവും ഇത് എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെയെല്ലാം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് 2 മിനിറ്റ് മസാജിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഉറപ്പായിട്ടും അത് ചെയ്യണം. 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പാക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പാൽ ഉപയോഗിച്ചിട്ട് തന്നെ പാക്ക് റിമൂവ് ചെയ്യുക. അപ്പോൾ പാൽ കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സാധാരണ പച്ചപ്പാലെടുത്തിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്താൽ മതി. നന്നായിട്ട് മസാജ് ചെയ്ത് ആ പാക്ക് കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്ന ആ സമയത്ത് തന്നെ നമ്മളെ കയ്യിലേക്ക് വന്ന മാറ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളെ മുഖമെല്ലാം നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ടാവും, നല്ല തിളക്കം ഉണ്ടാവും, അതേപോലെ തന്നെ കളറും വന്നിട്ടുണ്ടാവും കേട്ടോ. ഇത് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ചെയ്യാം. പക്ഷേ ഡെയിലി ചെയ്യുന്നതിൽ നല്ലത് വീക്ക്ലി 2 ടൈംസ് നിങ്ങളൊരു മാസം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഞാൻ ഇത് നന്നായിട്ട് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കഴുകിയിട്ട് കൊണ്ടുവരാം കേട്ടോ. സാധാരണ പൈപ്പ് വാട്ടറിൽ കഴുകിയെടുത്താൽ മതി. അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ അതും നല്ലത് തന്നെ. അപ്പോൾ ഞാനിത് സാധാരണ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഞാൻ നല്ലോണം കഴുകി തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇട്ടതിൻ്റെ ബാക്കിലോട്ടേക്ക് നോക്കിയാൽ റിസൾട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ 2 കൈയും വെച്ചാലുള്ള ഡിഫറൻസിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നല്ലൊരു ഗ്ലോ കിട്ടും. കാരണം അത്രയും പവർഫുള്ളാണ് പൊട്ടാറ്റോ, ലെമണ്, ടൊമാറ്റോ എന്ന് പറയുന്നത്. ഇതൊരു ബ്ലീച്ചാണ്, ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ബ്ലീച്ചാണ്. ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം മാത്രം റിസൾട്ട് അറിയിക്കുക. അതിന് മുന്നേ ദയവേത് വന്ന് കമൻറ്റ് ചെയ്യരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം റിസൾട്ട് അറിയിക്കുമെന്ന് വിചാരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.